ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ സെക്കൻഡ് ഡി ബി, അതായത് ഫസ്റ്റ് ഫ്ലോറിലും സെപ്പറേറ്റ് ഒരു ഡി ബി, താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ ഡി ബി ഉണ്ടാവും. അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ മുകളിലേക്ക് സെപ്പറേറ്റ് ഡി ബി കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഐസൊലേറ്റർ, ELCV കാര്യങ്ങളൊന്നും തന്നെ കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് എങ്ങനെ കൊടുക്കാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ താഴെ നിന്ന് വരുന്ന സപ്ലൈ കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തു കൊടുത്തതിന് ശേഷം നമ്മളിവിടെ നിന്ന് ആദ്യം ഒരു ഐസൊലേറ്റർ ഇരിപ്പുണ്ടായിരുന്നു, ELCV ഇരിപ്പുണ്ടായിരുന്നു, RCCV ഇരിപ്പുണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് മാറ്റി. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ രണ്ട് സെക്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്, ഈ റൈറ്റ് സൈഡ് കാണുന്ന 4 കൊടുത്തിരിക്കുന്ന ഇൻവെർട്ടറിന് വേണ്ടിയിട്ടും ബാക്കി കാണുന്ന 6 MCBകൾ സാധാ ഫേസിന് വേണ്ടിയിട്ടുമാണ് കൊടുത്തിരിക്കുക, KCB. അപ്പോൾ സാധാ KCB താഴെ നിന്ന് ഒരു ലൈൻ കൊണ്ടുവന്നതിന് ശേഷം ആ KCBയിൽ കൊടുക്കുന്ന AC, ബാക്കി AC പവർ പ്ലഗുകളെല്ലാം നമ്മൾ KCBയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 20 ആംസിൻ്റെയൊക്കെ ACക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കൊടുത്തു MCBകൾ കൊടുത്തിരിക്കുന്നത്. ബാക്കി ഇൻവെർട്ടർ സെക്ഷന് വേണ്ടിയിട്ടാണ് ബാക്കി 4 MCBകൾ കൊടുത്തിരിക്കുന്നത്. ഇൻവെർട്ടർ സെക്ഷന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ 4 MCBകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ മാത്രം മതി. കാരണം ഇവിടെ നമ്മൾ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ താഴെ ഇൻവെർട്ടർ സെക്ഷനുണ്ട്, അതുപോലെ തന്നെ മാസ്റ്റർ കണക്ഷനുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഐസൊലേറ്റർ നമ്മൾ കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. ഐസൊലേറ്റർ എന്തുകൊണ്ട് മാറ്റി, RCCB എന്തുകൊണ്ട് മാറ്റി എന്ന് ചോദിച്ചാൽ, RCCB അല്ലെങ്കിൽ ഐസൊലേറ്റർ നമ്മളിവിടെ കൊടുക്കുമ്പോൾ ഫേസും ന്യൂട്രൽ മാത്രമേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. ഇൻവെർട്ടർ ഫേസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വീണ്ടും ഒരു MCB കൊടുക്കണം. പിന്നെ അത് കൂടാതെ തന്നെ മാസ്റ്റർ കൺട്രോളിങ് താഴെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് താഴെ നമ്മൾ മാസ്റ്റർ സ്വിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ താഴെ ഈ പറയുന്ന നമ്മൾ ഐസൊലേറ്റർ കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഓഫ് ചെയ്തിട്ടാലും ഓൾറെഡി നമ്മുടെ ലൈറ്റുകളിൽ സപ്ലൈ ഉണ്ടാവും, റിട്ടേൺ കയറിറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വലിയൊരു ഷോക്കിന് കാര്യമാവും. ഷോക്ക് എഫക്റ്റ് അടിക്കാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, നമുക്ക് ഈ മാസ്റ്ററും ഇൻവെർട്ടറും അതുപോലെ തന്നെ സാധാ ഫേസും ന്യൂട്രലും കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള MCBകൾ അല്ലെങ്കിൽ ഐസൊലേറ്ററുകൾ കൊടുക്കണം. 4 പോൾ ഐസൊലേറ്ററുകൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കൊരു സേഫ്റ്റി ആവുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ DB വയ്ക്കുന്ന സമയത്ത് അവിടെ ഒരു RCCB, ഒരു ഐസൊലേറ്ററോ സിംഗിൾ ഫേസിൻ്റെ കൊടുത്തുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കാര്യം വ്യക്തമായെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, താഴെ നിന്ന് വരുന്ന സർക്യൂട്ട് മൊത്തം, അതായത് 2 DB ഉണ്ടെങ്കിൽ 2 DBയും മെയിൻ DBയിലായിരിക്കണം കൺട്രോളിങ് വരുന്നത്. ആ മെയിൻ DB ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം വീടിൻ്റെ മൊത്തം കറണ്ട് പോകുന്ന ഒരവസ്ഥയിലായിരിക്കണം എപ്പോഴും കറണ്ട് സെറ്റ് ചെയ്യേണ്ടത്. കാരണം അതല്ലെങ്കിൽ നമ്മൾ താഴത്തെ DB ഓഫ് ചെയ്ത് മുകളിലത്തെ DB ഓഫ് ചെയ്യും. അങ്ങനെ ചെയ്യേണ്ട കാര്യത്തേക്കാൾ നല്ലത്, ഏറ്റവും നല്ലത് ഒറ്റ DB തന്നെ മൊത്തം കൺട്രോൾ ചെയ്യുക. ആ ഒറ്റ DB ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ DB ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ ഇൻവെർട്ടർ സെക്ഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം കറണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം DB സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ താഴെ നിന്ന് മുകളിലത്തെ DB നമ്മൾ കൊടുത്തു. അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു KCBക്ക് സെപ്പറേറ്റ് ഒരു MCB കൊടുത്തു. അതുപോലെ തന്നെ ഇൻവെർട്ടറിന് സെപ്പറേറ്റ് ഒരു MCB കൊടുത്തു. ഇതാണ് താഴത്തെ DB വരുന്നത്. ഈ താഴത്തെ DBയിൽ ഐസൊലേറ്ററും ELCBയും പിന്നെ ഇൻവെർട്ടറിൻ്റെ കണക്ഷനും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം വീടിൻ്റെ മൊത്തം കൺട്രോളിങ് നമുക്ക് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ പറയുന്ന ലെവലിൽ ചെയ്യേണ്ടത്. അതല്ല നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ. സെപ്പറേറ്റ് ഈ ഐസൊലേറ്ററും RCCBയും അവിടെ വെച്ച് കൊടുത്ത് ക്ലിയർ ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ. അവിടേക്ക് അപ്പോൾ മാസ്റ്റർ കണക്ഷനും ഇൻവെർട്ടർ കണക്ഷനും നമുക്ക് സെപ്പറേറ്റ് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി ഡീറ്റെയിൽ ആയിട്ട് അറിയണം താല്പര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.